എൻ്റെ പേര് കെ സുരേഷ് കുമാർ. തിരുമല എബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അധ്യാപകനായും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ടും പെൻഷനായി. ഇപ്പോൾ NVKSS ഗ്രൂപ്പുകളുടെ അക്കാഡമിക് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു അവധിക്കാലമാണിപ്പോൾ നിങ്ങളുടെ. ഈ അവധിക്കാലം നിങ്ങൾ പല രീതികളിലായിരിക്കാം ചെലവഴിക്കുന്നത്. അത് രസകരമായിട്ട് നിങ്ങൾ ചെലവഴിക്കണം. അതേസമയം ഈ രസകരമായിട്ട് ചെലവഴിക്കുന്നത് വഴി ഭാവിയിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗവും കൂടെ കിട്ടുമെങ്കിൽ അതൊരു വലിയ നേട്ടമായിരിക്കും. അങ്ങനെ എങ്ങനെ രസിക്കാം, അതേസമയം എങ്ങനെ ഭാവിയിൽ അത് പ്രയോജനപ്പെടുത്താം, ഇതിനുള്ള 7 ടിപ്പുകളാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെ കേട്ടാൽ പോരാ, അത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കണം. നന്നായി നിങ്ങൾ പ്രാവർത്തികമാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ കടക്കുകയാണ്. 1, നിങ്ങൾ ഒരു ദിവസം സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അന്നന്ന് പഠിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം ആ ആഴ്ചയിലെ പാഠഭാഗങ്ങളെല്ലാം റിവൈസ് ചെയ്യാനും ഒരു ദിവസം മുൻ ആഴ്ചകളിലെ ഭാഗം ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും ഒക്കെ ആലോചിച്ചാൽ ഒരുപാട് സമയം വേണ്ടി വരുമല്ലേ. എന്നാൽ ഇതൊക്കെ വളരെ ചുരുക്ക നേരം കൊണ്ട് നിങ്ങൾ ചെയ്താലോ. മറ്റു കുട്ടികൾ 10 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുമെങ്കിൽ നിങ്ങൾക്കത് സന്തോഷമാവില്ലേ? ഞാൻ പറയുന്ന ഈ ടിപ്പ് നിങ്ങൾ പ്രയോഗിച്ചാൽ നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കുമെങ്കിൽ അന്ന് പഠിപ്പിച്ചതെല്ലാം നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള ടിപ്പിലോട്ടാണ് കിടക്കുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ അറിയേണ്ടത്, പഠിപ്പിച്ച പാഠഭാഗം മറക്കാതിരിക്കാൻ 8 പ്രാവശ്യം വായിക്കുക എന്നുള്ളതാണ്. ഒരു 5ാമത്തെ പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ എല്ലാം അറിയാമെന്ന് തോന്നിയാലും നല്ല ഉറപ്പാണെന്ന് തോന്നിയാലും നിർത്താതെ വീണ്ടും വായിക്കുക 8 പ്രാവശ്യം. അപ്പോൾ തോന്നും ഇന്ന് പഠിപ്പിച്ച എല്ലാ വിഷയങ്ങളും 8 പ്രാവശ്യം വീതം വായിക്കാൻ എനിക്ക് സമയം കിട്ടുമോ? ഞാൻ പറയുന്നത് ടിപ്പ് ചെയ്ത് നോക്കും. നിങ്ങൾ ഒരു 1000 വാക്ക് എണ്ണി അടയാളപ്പെടുത്തുക. മൊബൈലിലെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വായിക്കുക. എത്ര സമയം എടുത്തു എന്ന് നോക്കുക. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് ഒരു 8 മുതൽ 12 മിനിറ്റ് വരെ നിങ്ങൾ എടുത്തേക്കും. ഞാനൊരു ആവറേജ് 10 മിനിറ്റ് എന്ന് പറയും. ഇത് നിങ്ങളുടെ റെഗുലർ പ്രാക്ടീസ്. ഇത് മാറി നിങ്ങൾ ഫ്ലാഷ് റീഡിങ്ങിലോട്ട് മാറും. അതിന് വേണ്ടത് വീണ്ടും മൊബൈൽ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഈ 1000 വാക്കുകൾ തന്നെ സൈലന്റ് ആയിട്ട്, ഉറച്ചു വേണ്ട, സൈലന്റ് ആയിട്ട് റീഡ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. ആലോചിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും മെനക്കെടണ്ട, ഒന്നും മനസ്സിലാകുകയുമില്ല. എത്ര വേഗം വായിച്ചെടുക്കാമോ അത്രയും വേഗത്തിൽ വായിച്ചെടുക്കും. എത്ര സമയം എടുത്ത് നോക്കുക, വീണ്ടും ആവർത്തിക്കുക. ഒരു ദിവസം 8 പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്യുക. അത് ഈ 1000 വാക്കുകൾ ഒരേ മാറ്ററോ വ്യത്യസ്ത മാറ്ററോ ആക്കാം. ന്യൂസ് പേപ്പറിലെ വാക്കുകളാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ 21 ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ 1 മിനിറ്റിൽ 1000 വാക്ക് വായിച്ചു തീരും. അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് വരും. ഇതിന്റെ ഗുണം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് സ്കൂളിൽ ഒരു ദിവസം സാധാരണഗതിയിൽ 7 അല്ലെങ്കിൽ 8 പീരീഡ് ആയിരിക്കും. ഞാൻ 8 പീരീഡ് നടക്കാം, കൂടുതലാക്കി എടുക്കുകയാണ്. ഒരു പീരീഡിൽ 3 or 4 പേജൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. തൽക്കാലം ഒരു 5 പേജ് പഠിപ്പിച്ചു എന്ന് തന്നെ ഞാനെടുക്കും. ഒരു പേജിൽ 500 വാക്കുണ്ടെന്ന് വരും. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം 8 പീരീഡിലായിട്ട് 40 പേജ് പഠിപ്പിച്ചു. ഒരു പേജിൽ 500 വാക്കാണ്. നോർമലി ഒരു സാധാരണ ആവറേജ് കുട്ടിക്ക് 1 മിനിറ്റിൽ 100 വാക്കൊക്കെയാണ് വായിക്കാൻ കഴിയും. അപ്പം 500 വാക്ക് വായിക്കാൻ 5 മിനിറ്റ് വേണം. അങ്ങനെ 40 പേജ് ആകുമ്പോൾ 40 × 5 200 മിനിറ്റ് വേണം. 8 പ്രാവശ്യം വായിക്കാൻ 1600 മിനിറ്റ് വേണം. ഒരു പേജ് വായിക്കാൻ നിങ്ങൾക്ക് 5 മിനിറ്റ്, 40 പേജ് വായിക്കാൻ 40 × 5 200 മിനിറ്റ്, 8 പ്രാവശ്യം വായിക്കാൻ 1600 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണെന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും നിങ്ങൾക്ക് കിട്ടുമോ? 1600 × 60 ഒരു 20 മണിക്കൂറാണെങ്കിൽ തന്നെ 1200 മിനിറ്റേ ആവുള്ളൂ. ഒരു 26 മുതൽ 27 മണിക്കൂർ വരെ വേണ്ടി വരും. അത്രയും സമയം ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ 1 മിനിറ്റിൽ 1000 വാക്കെത്തുന്ന കപ്പാസിറ്റി എത്തിയാൽ നിങ്ങൾ 1 മിനിറ്റിൽ 2 പേജ് വായിച്ചു തീർക്കും. 40 പേജ് വായിക്കാൻ 20 മിനിറ്റ് മതിയാകും. 8 പേജ് വായിക്കാൻ 20 × 8 160 മിനിറ്റ് മതി. 3 മണിക്കൂർ പോലും വേണ്ട. കിട്ടൂലേ നിങ്ങൾക്ക് 3 മണിക്കൂർ? ഇനി ഇത് നിങ്ങൾ 20 ദിവസം കഴിഞ്ഞിട്ട് 1000 എന്നുള്ള 1200 ആക്കുക, 1400 ആക്കുക, പ്രാക്ടീസ് ചെയ്ത് പോവുക. ഒരു 2000 വാക്കത്തെ കഴിഞ്ഞാൽ എവിടെ നിൽക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 1 മിനിറ്റിൽ 4 പേജ് വായിക്കും. 40 പേജിന് 8 മിനിറ്റ് മതി. 8 വായിക്കാൻ 64 മിനിറ്റ് 8 പ്രാവശ്യം വായിക്കാൻ. 1 മണിക്കൂർ കൊണ്ട് അന്ന് പഠിപ്പിച്ച് നിങ്ങൾ ഉജ്ജ്വലമായിട്ട് പഠിച്ചു തീർക്കും. ബാക്കി സമയം കളിക്കാനോ മറ്റു വായനകൾക്കോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഉപയോഗിച്ചോളൂ. ബട്ട് വീഡിയോ ഗെയിം അധികം കളിക്കണ്ട. ദിസ് ഈസ് കോൾഡ് ഫ്ലാഷ് റീഡിംഗ്. പ്രാക്ടിക്കലാക്കൂ. നിങ്ങൾ അപാര നോളജ് ഉള്ള ആളായിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് കോൾഡ് സ്മാർട്ട് ലേണിംഗ്.
പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഹാർഡ് വർക്കാണ്. അത് 1600 മിനിറ്റ് എടുത്ത് 8 പ്രാവശ്യം വായിക്കുക. അതായത് 1-2 ദിവസം വേണ്ടി വരും. ഇത് 1 മണിക്കൂർ കൊണ്ട് 8 പ്രാവശ്യം വായിച്ച് പഠിച്ചെടുക്കുന്ന ഇത് ദിസ് ഈസ് കാൾഡ് സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്മാർട്ട് വർക്കിലോട്ട് മാറൂ. ഓൾ ദി ബെസ്റ്റ്. ഇത് ഒന്നാമത്തെ ടിപ്പോടെ അവസാനിക്കും. രണ്ടാമത്തെ ടിപ്പ് തുടങ്ങുന്ന കുട്ടികളെ, അറിയപ്പെടുന്ന എഴുത്തുകാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു വലിയ എഴുത്തുകാരനാവണോ നിങ്ങൾ? എന്നെ കൊണ്ട് കഴിയുമോ? അതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് കഴിയൂ. അതിനുള്ള ടിപ്പിലോട്ട് ഞാൻ കിടക്കുന്നു. നിങ്ങളൊരു പേപ്പറും പേനയും എടുക്കൂ. നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും, എന്ത് വേണോ, ശരിയോ തെറ്റോ ആയിക്കട്ടെ, ഒരു 10 മിനിറ്റ് തുടർച്ചയായിട്ട് നിങ്ങൾ എഴുതും. എന്ത് വേണോ എഴുതിക്കോളൂ. ഇന്ന് എഴുതിയ വിഷയം നാളെ എഴുതരുത്, നാളെ എഴുതിയ വിഷയം മറ്റന്നാൾ എഴുതരുത്. ദിവസം 10 മിനിറ്റ് വെച്ച് എങ്ങനെ നിങ്ങൾ ചെലവഴിക്കൂ. 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ഫോൺ ചെയ്ത് പറയണം, മാഷേ ഞാനിപ്പോൾ ഇതാ ഒരു നല്ല എഴുത്തുകാരനായി. കാരണം നിങ്ങളാവും. ഇങ്ങനെ ദിവസം 10 മിനിറ്റ് വെച്ച് എഴുതൂ. 1 വർഷം നിങ്ങൾ തുടർന്നാൽ ഉജ്ജ്വല ഒരു എഴുത്തുകാരനായിട്ട് നിങ്ങൾ മാറും. അപാരമായ കഴിവ് നിങ്ങളുണ്ട്, അത് ഉപയോഗിക്കൂ. 10 minutes a day for 1 year and you are an eminent writer. All the best. മൂന്നാമത്തെ ടിപ്പിലോട്ട് കിടക്കുകയാണ്. കൊച്ചിലെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇന്ന് ഒബേസിറ്റിയൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വൈകുന്നേരം ഒരു 4 തൊട്ട് 6 വരെ ഒരു കാരണവശാലും വീട്ടിനകത്ത് കയറരുത്. പകരം മുറ്റത്തോ ഏതെങ്കിലും ഗ്രൗണ്ടിലോ നിങ്ങളുടെ ശരീരത്തിന് ഇളക്കം തട്ടത്തക്കവണ്ണം ഓടിയും ചാടിയും നടന്നും ഒക്കെ എന്തെങ്കിലും കളികളോ ഒറ്റയ്ക്കോ കൂട്ടുകാരോട്ട് ചേർന്നോ ചെയ്യൂ. ശരീരത്തിനൊരു നല്ല കുലുക്കം കിട്ടുമ്പോഴേ നിങ്ങളുടെ രക്തഓട്ടം നന്നാവുള്ളൂ. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയൂ. ഇനി വെക്കേഷൻ മാത്രമല്ല, സ്കൂൾ തുറന്നാലും ഒരു 2 മണിക്കൂർ കളി നിർബന്ധമായിട്ട് നടത്തണം. മഴക്കാലം വരുമ്പോൾ മഴയാണെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് കളിക്കൂ. മഴയത്ത് വീട്ടിൽ കയറരുത്. കുഞ്ഞുനാളിലെ ശീലിച്ചാൽ വലുതാകുമ്പോൾ മഴ നനഞ്ഞാലും നിങ്ങൾക്ക് പനിയൊന്നും വരും. ഇത് 5 പൈസ ചിലവുള്ള കാര്യമല്ല, നിങ്ങളുടെ ഭാവിക്ക് ഒരുപാട് ഗുണമുള്ള കാര്യമാണ് പറയുന്നത്. ഇത് നന്നായിട്ട് ചെയ്യും. നാലാമത്തെ ടിപ്പിലോട്ട് കിടക്കുക. പരീക്ഷാ ഹാളിൽ ചിലപ്പോഴെങ്കിലും ചോദ്യം കിട്ടുമ്പോൾ ഉത്തരം അറിയാമെങ്കിലും അത് എഴുതാനുള്ള ഭാഷ നിങ്ങൾക്ക് വരാത്തത് കാരണം ഉത്തരം എഴുത്ത് തടസ്സമായിട്ടുണ്ടാവാം. അത് മറികടക്കണ്ടേ? പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അപ്പോൾ വെക്കേഷൻ ഇത് ചെയ്തു തുടങ്ങൂ. ഒരു ദിവസം നിങ്ങൾ ഒരു മലയാളം ന്യൂസ് പേപ്പർ എടുത്ത് ഒരു പാരഗ്രാഫിനെ വായിച്ച് പേപ്പറിൽ നോക്കാതെ അതിന് ഇംഗ്ലീഷിൽ എഴുതും. എന്നിട്ട് ആ മലയാളം ഇംഗ്ലീഷ് തമ്മിൽ താരതമ്യം ചെയ്യൂ. എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടോ നോക്കൂ, ആ ആശയം വന്നിട്ടുണ്ടോ നോക്കൂ. ആദ്യ ദിവസങ്ങളിൽ തെറ്റൊക്കെ സംഭവിക്കും, പേടിക്കണ്ട. രണ്ടാമത്തെ ദിവസം ഇംഗ്ലീഷ് മാറ്റർ വായിച്ച് അതിന് മലയാളത്തിലാക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. മൂന്നാമത്തെ ദിവസം മലയാളം ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ച് അതിലെ ആശയത്തിന് ചോദ്യോത്തരങ്ങളായിട്ട് ഡയലോഗുകളായിട്ട് നിങ്ങൾ എഴുതുക. ഉദാഹരണത്തിന് IPL-ന്റെ ഒരു കളിയുടെ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു. നിങ്ങൾക്ക് ഒരു ചോദ്യമായിട്ട് ഇന്ന് IPL മത്സരം എത്ര മണിക്ക് ആരംഭിച്ചു ഉത്തരം എഴുതുക. ഏതൊക്കെ ടീമുകൾ മത്സരിച്ചു എന്ന് ചോദ്യം എഴുതുക, ഉത്തരം എഴുതുക. ഓരോ ടീമും എത്ര സ്കോർ വീതം നേടി ചോദ്യം എഴുതുക, അതിൻ്റെ ഉത്തരം എഴുതുക. ഇങ്ങനെ ചോദ്യോത്തരങ്ങളായിട്ട് എഴുതുക. അത് മലയാളം പേപ്പർ നോക്കി വായിച്ചെങ്കിൽ ചോദ്യോത്തരങ്ങൾ ഇംഗ്ലീഷിലായിരിക്കണം. ഇംഗ്ലീഷ് പേപ്പർ നോക്കി വായിച്ച ദിവസം 4ാമത്തെ ദിവസം അത് മലയാളത്തിൽ എഴുതണം. 5ാമത്തെ ദിവസം ഈ 1ാമത്തെ ദിവസത്തെ ജോലി ആവർത്തിക്കൂ. ഇങ്ങനെ സൈക്ലിക്കായിട്ട് ഇത് തുടരൂ. നിങ്ങൾ ഇത് കുറേ ദിവസം ചെയ്ത് കഴിയുമ്പോൾ അപാരമായ ഭാഷാ നിയന്ത്രണം നിങ്ങൾക്ക് കിട്ടും. മലയാളത്തിൽ എന്ത് കേട്ടാലും അതിനെ പെട്ടെന്ന് ഇംഗ്ലീഷ് പറയാൻ കഴിയും. മലയാളത്തിൽ കേട്ടതൊക്കെ ഇംഗ്ലീഷ് പറയാൻ നിങ്ങൾ കഴിയും. ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. ഇതെന്ന് തുടങ്ങണം? നാളെ തുടങ്ങാമോ? വേണ്ട, നാളെ തുടങ്ങരുത്, ഇന്ന് തുടങ്ങുക. നാളെ വിദ്യാർത്ഥികളുടെ നിഘണ്ടുവിലെങ്ങും നാളെയൊന്നൊരു പദമില്ല, ഓർക്കുക. ഇന്ന്, ടുഡേ ഈസ് അവർ മോട്ടോ. ഓൾ ദി ബെസ്റ്റ്. 5ാമത്തെ ടിപ്പിലോട്ട് കിടക്കുക. നിങ്ങളുടെ ചിന്താശക്തി വർദ്ധിപ്പിക്കണ്ടേ? അത് രസകരമായ രീതിയിലായാലോ? ഇഷ്ടപ്പെടില്ലേ? യെസ്. ധാരാളം കുസൃതി ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യും. കുസൃതി ചോദ്യങ്ങളുടെ ബുക്കൊക്കെ ഇപ്പൊ വാങ്ങാൻ കിട്ടും. ഒരു ദിവസം ഒരു 8 ചോദ്യമെങ്കിലും നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ. കാരണം കുസൃതി ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ പല ആംഗിളുകളിൽ വ്യത്യസ്ത രീതികളിൽ ഒരുപാട് ചിന്തിച്ചാലേ ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ ആ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ ബ്രെയിനിന് കിട്ടും. അത് മറ്റ് മേഖലകളിൽ നിങ്ങളുടെ ചിന്താശക്തി ഓട്ടോമാറ്റിക്കായിട്ട് വളർത്തിക്കോളും. ഉദാഹരണത്തിന് ഞാൻ 1-2 ചോദ്യം തരാം. ഇൻ വിച്ച് സ്റ്റേറ്റ് are all the rivers in India flowing? In which state are all the rivers in India flowing? നിങ്ങളിപ്പോൾ പല നദികളുടെ പേരൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇത് കുസൃതി ചോദ്യമാണ്. ആ രീതി ചിന്തിക്കൂ. ലിക്വിഡ് സ്റ്റേറ്റ്, എല്ലാ റിവറും ഒഴുകുന്ന ലിക്വിഡ് സ്റ്റേറ്റിലാണ്. എന്താ, ഒരുപാട് ചിന്തിച്ചാലല്ലേ കിട്ടും. ഇത്തരം ചോദ്യങ്ങൾ ലോകത്തെ ഏത് രാജ്യത്തിനെയാണ് മറ്റെല്ലാ രാജ്യക്കാരും വളരെ ബഹുമാനത്തോടെ പറയുന്നത്? അങ്ങനെ പറയുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. ഏതാണ് ആ ലോക രാജ്യം? ആലോചിക്കും. അതെ, ശ്രീലങ്ക. ഒരു ശ്രീ ചേർത്ത് പറയുന്നില്ലേ? ഇതിപ്പോൾ ബഹുമാനം എന്ത് വേണം? വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നമ്മൾ ശ്രീ ചേർത്ത് പറയുന്നു? അല്ലെങ്കിൽ വിച്ച് ഇംഗ്ലീഷ് ലെറ്റർ ഗോസ് ഓൺ ചേഞ്ചിങ് ലെങ്ത് ഫ്രീക്വന്റ്ലി? ഏത് ഇംഗ്ലീഷ് അക്ഷരമാണ്
നീളം വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കൂ, ഏതക്ഷരം? ക്യൂ. ആൾക്കാർ ക്യൂ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അതിന്റെ നീളം മാറിക്കൊണ്ടിരിക്കില്ലേ? അല്ലെങ്കിൽ ഏത് ഇംഗ്ലീഷ് അക്ഷരമാണ് കുടിക്കാൻ പറ്റിയത്? ടീ, ചായ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ഒരുപാട് കൈകാര്യം ചെയ്യൂ. നിങ്ങളുടെ വിജ്ഞാനവും വർദ്ധിക്കും, ചിന്താശക്തിയും വർദ്ധിക്കും, രസിക്കുകയും ചെയ്യാം. സ്കൂളിൽ പോയി മറ്റു കൂട്ടുകാരത്ത് ചോദിക്കുകയും ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്, ചെയ്യൂ. ഇനി 6ാം ടിപ്പിലോട്ട് കടക്കുകയാണ്. 5ാമത്തെ ടിപ്പിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ ഡീൽ ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ ചിന്താശക്തി ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇനി അതിലുപരി ശാസ്ത്രീയമായിട്ട് കുറെ കൂടെ വളർത്തിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: ധാരാളം പസിലുകൾ സോൾവ് ചെയ്യുക. പത്രങ്ങളിൽ വരുന്ന സുഡോക്കു ഉൾപ്പെടെ ധാരാളം പസിലുകൾ നിങ്ങൾ സോൾവ് ചെയ്യൂ. നിങ്ങൾ ഓരോ പസിലുകളും സോൾവ് ചെയ്യുമ്പോൾ സിമ്പിൾ പസിലുകളിൽ തുടങ്ങിക്കോളൂ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ 3 വാക്കുകൾ പറയാം. 4ാമത്തെ 5ാമത്തെ വാക്ക് നിങ്ങൾ പറയാം. ബനാന, ലെമൺ, പൈനാപ്പിൾ, ഡാഷ് ഡാഷ്. ഒന്ന് എഴുതി വെച്ചിട്ട് ആലോചിക്കണേ, എന്നിട്ട് അതിന്റെ ഉത്തരം കേൾക്കാവൂ. ബനാന, ലെമൺ, പൈനാപ്പിൾ, ഡാഷ് ഡാഷ്. നിങ്ങൾ ഒരുപാട് ആലോചിക്കേണ്ടി വരും. ഇതിലെ ട്രിക്ക്, എല്ലാ വാക്കുകളിലെയും 2ാമത്തെ അക്ഷരം ആലോചിച്ച് നോക്കൂ. ഒന്നാമത് ഞാൻ പറഞ്ഞ ബനാന, 2ാമത്തെ അക്ഷരം എ. രണ്ടാമത്തെ പറഞ്ഞ ലെമൺ, 2ാമത്തെ അക്ഷരം ഇ. അടുത്ത് പറഞ്ഞ പൈനാപ്പിൾ, 2ാമത്തെ അക്ഷരം ഐ. അപ്പൊ AEI. അപ്പൊ ഇനി സ്വാഭാവികമായിട്ട് അടുത്ത വാക്കിലെ 2ാമത്തെ അക്ഷരം O ആയിരിക്കണം. ബബുലുകളെ കുറിച്ചാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അപ്പൊ പൊമാഗ്രാനൈറ്റ് എഴുതാം, അല്ലെങ്കിൽ O എന്ന 2ാമത്തെ അക്ഷരം എന്ന ഏത് സാധനവും എഴുതാം. ഇനി ബബുല് 5ാമത്തെ അക്ഷരം U ആണ്. അപ്പൊ 2ാമത്തെ അക്ഷരം U വരുന്ന എന്ത് സാധനം നിങ്ങൾക്ക് അവിടെ പറയാം. ഫോർ എക്സാമ്പിൾ ഗുവ, പേരയ്ക്ക. ഞാൻ പൊമാഗ്രാനൈറ്റും ഗുവയും പറയാൻ കാര്യം കാരണം ആദ്യം പറഞ്ഞ 3 ഫ്രൂട്ട്സുകളായിരുന്നു. അതുകൊണ്ട് ഫ്രൂട്ട്സ് തന്നെ ഞാൻ പറഞ്ഞു. ഫ്രൂട്ട്സ് തന്നെ പറയണമെന്നില്ല, നിങ്ങൾ 2ാമത്തെ അക്ഷരങ്ങൾ ശരിയായാൽ. ഇതുപോലുള്ള പസിലുകൾ സോൾവ് ചെയ്യൂ. ഒരു നല്ല ബുക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ശകുന്തള ദേവി പസിൽസ്. അതിലെ പസിലൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടും ആദ്യം, പക്ഷേ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റി അതിഭയങ്കരമായിരിക്കും. അപ്പോൾ പസിൽ സോൾവിങ് ആരംഭിക്കൂ. ഓൾ ദി ബെസ്റ്റ്. 6 കഴിഞ്ഞു. 7ാമത്തത് 5ഉം 6ഉം നിങ്ങളുടെ ചിന്താശക്തിയാണ് വർദ്ധിപ്പിച്ചത്. 7ാമത്തത് നിങ്ങളുടെ മെമ്മറി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒരു റേഡിയോ ഓൺ ചെയ്ത് പ്രോഗ്രാം 2 മിനിറ്റ് കേൾക്കുക. പാട്ടും നാടകവും കഥയും വേണ്ട കേട്ടോ, അല്ലാത്ത ജനറൽ ടോക്ക് പ്രോഗ്രാം കേൾക്കുക. റേഡിയോ ഓഫ് ചെയ്തിട്ട് ഈ കേട്ട കാര്യങ്ങളെല്ലാം തിരിച്ച് ഒന്ന് തന്നെ പറയാൻ ശ്രമിക്കുക. ഇനി 2ാമത്തെ ഭാഗമായിട്ട് TV ഓൺ ചെയ്ത് വെക്കുക. അവിടെയും ഡാൻസും പാട്ടും വേണ്ട, മറ്റെന്തെങ്കിലും ജനറൽ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഒരു 2-3 മിനിറ്റ് കണ്ടിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളും ചിത്രങ്ങളും ഓർക്കുക. ഇനി 3ാമത്തത് TV ഓൺ ചെയ്ത് വെച്ച് സൗണ്ട് മ്യൂട്ട് ചെയ്യുക TVയുടെ. എന്നിട്ട് റേഡിയോ ഓൺ ചെയ്ത് വെക്കുക. റേഡിയോയിലെ ഓഡിയോയും കേൾക്കുക, TVയിലെ പിക്ചറും കാണുക. രണ്ടും പരസ്പരം ഒരു ബന്ധമില്ല. പക്ഷെ നിങ്ങൾ 2-3 മിനിറ്റ് റേഡിയോ കേൾക്കുകയും മ്യൂട്ട് ചെയ്ത TVയിലെ വീഡിയോയും കണ്ടിട്ട് ഒരു 2-3 മിനിറ്റ് കണ്ടിട്ട് ഇതെല്ലാം വീഡിയോയും ഓഡിയോയും ഓർത്ത് പറഞ്ഞു നോക്കുക. ആൻഡ് ഫൈനലി 4ാമത് ദിവസവും കിടക്കാൻ നേരത്ത് ചെയ്യേണ്ടതാണ്. കിടക്കാൻ നേരത്ത് ഇന്ന് എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ വായിച്ചു എന്ന് 1 മിനിറ്റ് കൊണ്ട് റിവൈൻഡ് ചെയ്യും. 2ാം ദിവസം കിടന്നുകൊണ്ട് അന്നത്തെ കാര്യങ്ങൾ ഓർക്കുക, തലേ ദിവസത്തെ കാര്യം ഓർക്കുക. 3ാമത്തെ ദിവസം അന്നത്തെ കാര്യങ്ങളും തലേ ദിവസത്തെയും തലയ്ക്കും തലേ ദിവസത്തെ കാര്യങ്ങളും ഓർക്കുക. അതങ്ങനെ ദിവസവും ചെയ്ത് ഒരു 8 ദിവസത്തെ കാര്യങ്ങളെങ്കിലും 1 മിനിറ്റ് കൊണ്ട് ഓർക്കാൻ ശ്രമിക്കുക. ഈ 4 കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് 21 ദിവസം എത്തുമ്പോൾ ഉജ്ജ്വല മെമ്മറിയുടെ ഉടമസ്ഥനായിട്ട് നിങ്ങൾ മാറും. പിന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു 100-ൽ 100 എന്നുള്ളത്, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചോദ്യങ്ങളിൽ കൂടിയും പസിലിൽ കൂടിയൊക്കെ ബുദ്ധിശക്തിയും വളർത്തി, ഇവിടെ കൂടെ മെമ്മറിയും വളർത്തി. ഓടിച്ചാടി കളിച്ചപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ശരിയാക്കി. ഇനി നിങ്ങൾക്ക് ഉജ്ജ്വല വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമ്മളിന്ന് 7 ടിപ്പുകൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കൊന്ന് പ്രിസൈസായിട്ട് 7 ടിപ്പുകളും ജസ്റ്റ് ഒന്ന് ഓർക്കാം. ഒരു ടിപ്പ് ഇതായിരുന്നു: ചേഞ്ചിങ് ഫ്രം ഹാർഡ് വർക്ക് ടു സ്മാർട്ട് വർക്ക്. ഇനി നിങ്ങൾ ആരും ഹാർഡ് വർക്ക് ചെയ്യേണ്ട, സ്മാർട്ട് വർക്കായു. അതായത് മിനിമം ടൈം വർക്കിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പഠിച്ചത് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് ഒരു ഭാഷയിലുള്ള സാധനം മറ്റൊരു ഭാഷയിലോട്ടും അതിന് ഡയലോഗായിട്ടും ഒക്കെ മാറ്റാനുള്ളതൊക്കെ ആയിരുന്നു. അത് നിങ്ങളുടെ ഭാഷാ പരിജ്ഞാനം വർദ്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞ ഒരു കാര്യം, ദിവസവും 10 മിനിറ്റ് വെച്ച് എഴുതുക. അങ്ങനെ 1 വർഷം ചെയ്താൽ നിങ്ങളൊരു നല്ല എഴുത്തുകാരനായിട്ട് മാറും. അങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ടാണ് എനിക്കിന്ന് പാഠപുസ്തകങ്ങളും മറ്റ് പല കാര്യങ്ങളും എഴുതാൻ കഴിയുന്നത്. പിന്നെ പറഞ്ഞ ഒന്ന്, ഓടിച്ചാടി കളിക്കുക. ശരീരത്തിന് നല്ല ഇളക്കം തട്ടട്ടെ, നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നാവട്ടെ. അതുവഴി നിങ്ങളുടെ ശരീരമൊക്കെ നന്നാവും, ഒബേസിറ്റിയൊക്കെ മാറിക്കിട്ടും. പിന്നെ പറഞ്ഞത് കുസൃതി ചോദ്യങ്ങളെക്കുറിച്ചായിരുന്നു. കുസൃതി ചോദ്യങ്ങൾ പരമാവധി ഹാൻഡിൽ ചെയ്യുക. അടുത്ത് പറഞ്ഞത് പസിൽ സോൾവിങ് ആയിരുന്നു. പസിൽ സോൾവിങ് ചെയ്യുക. ഇതുവഴി നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നു.
അവസാനമായിട്ട് പറഞ്ഞത് മെമ്മറി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. അങ്ങനെ ചിന്താശക്തി മെമ്മറിയൊക്കെ വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ മിടുക്കരാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്തിയെടുത്ത് ഒരു വലിയ ആളാകൂ. നിങ്ങൾ വളർന്ന് എൻ്റെ മുകളിൽ വരട്ടെ, അപ്പോഴേ എനിക്ക് സന്തോഷമാവും. അതാണ് നിങ്ങൾ എനിക്ക് തരാവുന്ന ഗുരുദക്ഷിണ. ഓൾ ദി ബെസ്റ്റ്.